സ്വപ്നം നേടിയെടുത്ത് രാജ്യത്തിന് അഭിമാനമാകാൻ പോകുന്ന ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികളാണ് ജസ്റ്റി സാറേ നമ്മോടൊപ്പം നിൽക്കുന്നത്. ആദ്യത്തെ ഒരു 3 മാസക്കാലം മോർണിംഗ് PT, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ക്ലാസ്സസ്, ആ ഒരു ഷെഡ്യൂൾ, സ്പോർട്സ്, ഇതൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്തൊരു ആക്ടിവിറ്റി പാക്ഡ് ഷെഡ്യൂളാണ് നമുക്ക് AFMCയിൽ നമുക്ക് കിട്ടുന്നത്. വില്ലേജിൻ്റെ ലേണിംഗ് ആപ്പിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ധാരാളം ചെയ്യുമായിരുന്നു. അപ്പം ലേണിംഗ് ആപ്പിൽ നിന്ന് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ട്. ഈ ടെസ്റ്റ് ഒക്കെ കഴിയുമ്പോൾ ആദ്യമൊക്കെ മാർക്സ് വളരെ കുറവായിരുന്നു. അപ്പോൾ എനിക്ക് നന്നായിട്ട് ടെൻഷൻ കയറുമായിരുന്നു, ഒരുപാട് കാര്യമായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഏറ്റവും അധികം എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നത് എൻ്റെ പേരൻസും പിന്നെ ബ്രില്യൻറ്റിൻ്റെ ഫാക്കൽറ്റി ആയിരുന്നു. പോരാത്തന്നെ ഹോസ്റ്റലിലെ വാർഡൻസും പിന്നെ ഹോസ്റ്റലിലെ ഞങ്ങളുടെ മെൻറ്റോഴ്സും. നമ്മളൊരു മുറിയിൽ ഇങ്ങനെ കൂടിയിരുന്നിട്ട് ജസ്റ്റ് എപ്പോഴും പഠിത്തം മാത്രം ചെയ്തിട്ട് എൻ്റെ പേരൻസിന് ഭയങ്കര സേഫ് ഫീൽ ആയിരുന്നു. ദൈവം ഓൾസോ ലൈക്ക് ഇപ്പം അവിടെ സേഫാണ്, അവളെ ഹാപ്പിയാണ്, അവർക്കും കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പം എന്തൊരു മെൻ്റലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആൾക്കാരായിട്ട് ഷെയർ ചെയ്യാം. അത് നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ ഹോസ്റ്റലിലുള്ള മെൻറ്റേഴ്സോ വാർഡൻസോ ആരും വേണമെങ്കിലും ആവാം. AFMC എന്നത് വെറുമൊരു സ്വപ്നം മാത്രമല്ല, രാജ്യത്തിനും സൈന്യത്തിനും വേണ്ടി ജീവിക്കാനുള്ള ദൃഢനിശ്ചയം കൂടിയാണ്. സ്വപ്നം നേടിയെടുത്ത് രാജ്യത്തിന് അഭിമാനമാകാൻ പോകുന്ന ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികളാണ് ജസ്റ്റി സാറേ നമ്മോടൊപ്പം നിൽക്കുന്നത്. ഞങ്ങൾ ഇന്ന് AFMC പൂനെയിലാണ്. AFMC പൂനെയിലെ ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികൾക്കൊപ്പം ബെർലിനിൽ നിന്നും കഴിഞ്ഞ വർഷം നിങ്ങളെപ്പോലെയൊക്കെ ആത്മാർത്ഥമായി പഠിച്ച് AFMC എന്ന് പറയുന്ന സ്വപ്നം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പഠിച്ച ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികൾ ഇപ്പോൾ വൈറ്റ് കോട്ടൊക്കെ കയ്യിൽ അണിനേറെ അഭിമാനപൂർവ്വം നിൽക്കുന്ന കാഴ്ച, ദാറ്റ്സ് ബിയോണ്ട് ദി വേർഡ്സ്. അപ്പോൾ ആദ്യമേ തന്നെ ആശംസകൾ നേരുകയാണ്. രാജ്യത്തിന് അഭിമാനമായി നിൽക്കുന്ന ഞങ്ങളുടെ സ്വന്തം മക്കളെ നേരിൽ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്, AFMC സ്വപ്നം കാണുന്ന മറ്റനേകം വിദ്യാർത്ഥികളുണ്ട്, ഇനി വരാനിരിക്കുന്ന ഒരുപാട് മലയാളികളെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത് ബ്രില്യൻ്റാണ്. നിങ്ങൾക്കും അറിയാം, നിങ്ങളും അനുഭവസ്ഥരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ബ്രില്യൻറ്റിലെ മക്കളോട്, അല്ലെങ്കിൽ ഇനി AFMC ഒക്കെ ലക്ഷ്യം വെക്കുന്ന ഒരുപാട് ആളുകളോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ അനുഭവിച്ചറിഞ്ഞ AFMCയെ കുറിച്ചൊക്കെ നമുക്ക് പറയാം. ആദ്യം നമുക്ക് നിങ്ങളെ ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് ലിജോ മാത്യു, എൻ്റെ വീട് പത്തനംതിട്ടയാണ്. ഞാൻ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ 2024 AFMCയിലേക്ക് കടന്നു വന്നു. എൻ്റെ പേര് ക്രിസ്റ്റീന ജയൻ തേർമിടും, എൻ്റെ വീട് ബാംഗ്ലൂരാണ്. ഞാൻ 2024 റിപ്പീറ്റർ ബാച്ചിലായിരുന്നു. എൻ്റെ പേര് ആദിത്യ ഷൈജു, ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഞാനും 2024 റിപ്പീറ്റേഴ്സ് ബാച്ചിലുള്ളതാണ്. എൻ്റെ പേര് അലിഫ് ഷാ, ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ബിർലിൻ്റെ 2024 റെസിഡൻഷ്യൽ ലോങ് ടേം ബാച്ചിലർ. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ബെർലിനിന്റെ വിവിധ ക്യാമ്പസുകളിലിരുന്ന് മോഡൽ എക്സാം എഴുതി നീറ്റ് 2024 വേണ്ടി പ്രിപ്പയർ ചെയ്തിരുന്നവരാണ് ഇവർ. ആ നീറ്റ് എക്സാമും കഴിഞ്ഞ് AFMCയുടെ ഇന്റർവ്യൂവും കഴിഞ്ഞ് ഇന്ന് നമ്മളോടൊപ്പം നിൽക്കുമ്പോൾ വളരെ കോൺഫിഡൻസോടെയാണ് ഇവർ രാജ്യത്തെ സേവിക്കാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്നത്. ഈ അവസരത്തിൽ എങ്ങനെയായിരുന്നു ഇവരുടെ മോഡൽ എക്സാം പ്രിപ്പറേഷൻ എന്ന് നമുക്ക് ലിജോ മാത്യുവിനോട് തന്നെ ചോദിച്ചറിയാം. ഇപ്പോൾ മോഡൽ എക്സാമിനെ പറ്റി പറയുകയായിരുന്നെങ്കിൽ ഞാൻ മെയിനായിട്ട് വില്ലേജിൻ്റെ ലേണിംഗ് ആപ്പിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ധാരാളം ചെയ്യുമായിരുന്നു. അപ്പം ലേണിംഗ് ആപ്പിൽ നിന്ന് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ട്. നമുക്ക് ഓരോ ചാപ്റ്ററായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ ഫിൽറ്റർ ചെയ്ത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ ഓഡ് ബാച്ച് ഈവൻ ബാച്ച് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ ബാക്കി വേറെ ഈവൻ ബാച്ചിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എടുത്ത് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് കൺസെപ്റ്റിൽ ക്ലിയർ അല്ലാത്ത ഒരുപാട് ടോപ്പിക്സ് തിരിച്ചറിയാൻ കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മിസ്സായി പോയ പാർട്സൊക്കെ വീണ്ടും റിവൈസ് ചെയ്തു. പിന്നെ തീർച്ചയായിട്ടും ഒരു ഫോർമുല ബുക്കൊക്കെ വേണ്ടി വരും. ഫോർമുല ബുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിസിക്സ് പഠിക്കാൻ വേണ്ടി എളുപ്പമാണ്. അല്ലെങ്കിൽ ഫിസിക്സ് തിയറി നോക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ആർക്കും തിയറി നോക്കിയാൽ ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഫോർമുല ബുക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻസ് ഒക്കെ പെട്ടെന്ന് എക്സാമിന് മുമ്പ് റിവൈസ് ചെയ്യുകയും അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. പിന്നെ കെമിസ്ട്രി പറയുകയാണെങ്കിൽ നെയിംഡ് റിയാക്ഷൻസ് ഓർഗാനിക്കിൽ ധാരാളം ഉണ്ട്. അതൊക്കെ നമ്മളൊരു ബുക്കിൽ എഴുതി വെച്ചിട്ട് പെട്ടെന്ന് നോക്കിയിടുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ഹെൽപ്പാവും. പിന്നെ ബയോളജി എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ NCERT തന്നെ വീണ്ടും വായിക്കുക. പിന്നെ ആപ്പിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ചെയ്യുക. ഞാനത് തന്നെയാണ് ചെയ്തത്. നിങ്ങൾക്കും പറ്റുന്ന പോലൊക്കെ തന്നെ ഇത് കാണുന്നവരൊക്കെ അങ്ങനെ തന്നെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്കൊക്കെ കിട്ടും. ആരും ഇപ്പം മാർക്ക് പറയുന്നവർക്ക് ആരെയും ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ നീറ്റിന് മാർക്ക് പറയൂല. ഇപ്പോൾ കുറവാണെങ്കിൽ അത് നമുക്ക് പഠിച്ച് വീണ്ടും ഇപ്പം നിങ്ങൾക്ക് ഇനി സമയമുണ്ട്. അപ്പോൾ ഇപ്പം മാർച്ചായിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മെയ് ആദ്യത്തെ വീക്കാണ് എക്സാം വരുന്നത്. അപ്പം നിങ്ങൾക്ക് കുറഞ്ഞ് കിട്ടാതെ പോയ ഭാഗങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ ഒരുപാട് സമയമുണ്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ തീർച്ചയായിട്ടും ബെർലിനിൽ പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്, ബെർലിനിൽ പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളുണ്ട്. അപ്പോൾ നിങ്ങളെയൊക്കെ മക്കളും ഒരു പക്ഷേ സ്വപ്നം കാണുന്നത് AFMC പൂനെയൊക്കെ ആയിരിക്കാം, നിങ്ങളും സ്വപ്നം കാണുന്നത് AFMC പൂനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBS സീറ്റ് ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ ഭൂരിഭാഗം വിദ്യാർത്ഥികളും. മക്കളെ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടല്ലോ, കഠിനാധ്വാനവും കഷ്ടപ്പെട്ടും ഒക്കെ വിജയത്തിലെത്തിയ ഏറ്റവും മിടുക്കരായ മക്കളാണ്. മോള് ബെർലിനിൻ്റെ ഏത് ക്യാമ്പസിലായിരുന്നു പഠിച്ചിരുന്നത്? ഞാൻ പാലാ ക്യാമ്പസിലായിരുന്നു പഠിച്ചിരുന്നത്. മോളുടെ പേരൻസ് ഒക്കെ തീർച്ചയായിട്ടും ഒരുപാട് അഭിമാനിക്കുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു സമയത്ത് ഒരു പക്ഷേ മോളിൻ്റെ ഒരു മാനസിക സമ്മർദ്ദമൊക്കെ എന്തായിരിക്കും എന്നൊക്കെ ഓർത്ത് അവർ കുറച്ചൊക്കെ ഒരു ടെൻഷൻ ആയിരുന്നിരിക്കാം. മോൾക്കും ചെറിയ മാനസിക സംഘർഷമൊക്കെ ഉണ്ടായിരുന്നു നീറ്റ് കാലയളവ് എന്ന് പറയുന്നത്. കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ ആ ഒരു ടെൻഷനെ എങ്ങനെയാണ് അതിജീവിച്ചതെന്നും ആൻഡ് ഫൈനലി ഇപ്പോൾ വീട്ടുകാർക്കാണെങ്കിലും എൻ്റെ മോള് ബ്രില്യൻറ്റിൽ സേഫ് ആണ്
ഓക്കെ, ബ്രില്യൻറ്റിൽ അവൾക്ക് അതൊരു വേറൊരു ഫാമിലിയാണ്, സെക്കൻഡ് ഫാമിലിയാണ് ബ്രില്യൻറ്റ് എന്ന് അവർക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ ഒന്ന് വളരെ ജെന്യൂൻ ആയിട്ടൊന്ന് പറയാം. എനിക്ക് അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ പേരൻസ് ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. എൻ്റെ മമ്മിയും പപ്പയും എല്ലാവരും ബാംഗ്ലൂരാണ്, അനിയനും ബാംഗ്ലൂരാണ്. ഞാൻ ഒറ്റയ്ക്ക് ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്നത്. ഹോസ്റ്റൽ ലൈഫ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്? ഫസ്റ്റ് ഹോസ്റ്റൽ ലൈഫ് എക്സ്പീരിയൻസ് ആയിരുന്നു. എമറാൾഡ് ഹോസ്റ്റലിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം അത്യാവശ്യം ടെൻഷൻ, ബിക്കോസ് എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയായിരുന്നു. ഒറ്റയ്ക്ക് അങ്ങനെ ആദ്യമായിട്ട് നിന്നിട്ടില്ല. അപ്പോൾ പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഈ ടെസ്റ്റൊക്കെ കഴിയുമ്പോൾ ആദ്യമൊക്കെ മാർക്സ് വളരെ കുറവായിരുന്നു. അപ്പോൾ എനിക്ക് നന്നായിട്ട് ടെൻഷൻ കയറുമായിരുന്നു. അപ്പോൾ ഒരുപാട് കരയായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഏറ്റവും അധികം എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നത് എൻ്റെ പേരൻസും പിന്നെ ബ്രില്യൻറ്റിൻ്റെ ഫാക്കൽറ്റി ആയിരുന്നു. പോരാത്തന്നെ ഹോസ്റ്റലിലെ വാർഡൻസും പിന്നെ ഹോസ്റ്റലിലെ ഞങ്ങളുടെ മെൻറ്റോഴ്സും ഏറ്റവും അധികം അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി എൻ്റെ ക്ലാസ് മെൻറ്റോറായിരുന്നു അഷിത മാം, പിന്നെ ഞങ്ങളുടെ മെൻറ്റോറായിരുന്നു ജസ്റ്റിസ് സാറ്, പിന്നെ ഡയറക്ടർ ജോർജ് സാർ, അവരൊക്കെ ഉണ്ടായിരുന്നു കൂടെ. പിന്നെ ഹോസ്റ്റലിലാണേലും ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഹോസ്റ്റലിൽ എന്തെങ്കിലും പഠിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ തന്നെ എല്ലാ ഫ്ലോറിലും വാർഡൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ചെന്ന് ചോദിച്ചാൽ അവർ കൺസോൾ ചെയ്യും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിലും അവർ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ അവർക്കിപ്പം ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും വീണ്ടും വന്ന് പറഞ്ഞുതരും. എനിക്കപ്പോൾ പറയാൻ പറ്റിയില്ല, ഇപ്പോൾ പറഞ്ഞുതരാം, ഇരുത്തി പഠിപ്പിക്കുകയും ചെയ്യും. അഷിത മിസ് ഏറ്റവും വലിയ സപ്പോർട്ടായിരുന്നു. ഞാൻ ഒരുപാട് അഷിത മിസ്സിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അഷിത മിസ് എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അഷിത മിസ് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം ക്രിസ്റ്റീന കുഴപ്പമില്ല, വിളിച്ചിട്ടുണ്ട്, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, എന്ത് വേണമെങ്കിലും ഷെയർ ചെയ്തോന്ന് പറഞ്ഞ് ഭയങ്കര സപ്പോർട്ടായിരുന്നു ബ്രില്യൻറ്റ് ഫാമിലി. എനിക്ക് എപ്പോഴും എൻ്റെ പേരൻസിനും ഭയങ്കര സേഫ് ഫീൽ ആയിരുന്നു. ദേ വർ ഓൾസോ ലൈക്ക് ഇപ്പം അവൾ അവിടെ സേഫാണ്, അവൾ ഹാപ്പിയാണ്, അവർക്കും കുഴപ്പമുണ്ടായിരുന്നില്ല. വീഡിയോ കോളിൻ്റെ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ആഴ്ചയിൽ 2 തവണ 45 മിനിറ്റ്സ് പേരൻസിൻ്റെ കൂടെ കിട്ടുമായിരുന്നു. അപ്പോൾ ഒക്കെ പപ്പയ്ക്കും മമ്മിക്കും വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അവിടെ എത്രയും പേരുണ്ടല്ലോ, വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ നല്ല സപ്പോർട്ടായിരുന്നു ബ്രില്യൻറ്റ് ഫാമിലിയുടെ സൈഡിൽ നിന്ന്. പഠനം മാത്രമല്ല നീറ്റ് എക്സാമിന് കടമ്പ മറികടക്കാൻ വേണ്ടി സഹായിക്കുക. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പല ഘടകങ്ങളിൽ ഒത്തുചേരുമ്പോഴാണ് നീറ്റ് ക്രാക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ ആ നീറ്റ് എക്സാമിൻ്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഈ പഠനം മാത്രമല്ലാതെ മറ്റെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷമാണ് ഒരു നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റിയതും അതുപോലെ തന്നെ ഈ FMCയിൽ എത്തിച്ചേരാൻ പറ്റിയതും എന്ന് നമുക്ക് മോളോട് ചോദിക്കാം. പഠിത്തം മാത്രമല്ല, നമ്മൾ മെയിനായിട്ട് നമ്മളെ ഹെൽത്താണ് നോക്കേണ്ടത്. അതിപ്പോൾ ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും. ഫിസിക്കലി ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും നന്നായിട്ട് ഉറങ്ങുക. ഉറക്കം കളഞ്ഞ് ആരും പഠിക്കരുത്. കാരണം നമ്മൾ ഉറക്കം കളഞ്ഞ് പഠിച്ചാൽ പഠിച്ചതും കൂടി മറന്നു പോകാമെന്ന് ചെയ്യുക. എനിക്കങ്ങനെയായിരുന്നു. അപ്പം മാക്സിമം അല്ലെങ്കിൽ മിനിമം ഒരു 6 hours എങ്കിലും ഉറങ്ങുക, നല്ലോണം വെള്ളം കുടിക്കുക. ഡീഹൈഡ്രേറ്റഡ് ആയാൽ അല്ലെങ്കിൽ ഈ എക്സാമിൻ്റെ ഒക്കെ ഇടയ്ക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വന്നാൽ നമുക്ക് തന്നെയാണ് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം ഹെൽത്തി ആയിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ആൾക്കാരോട് സംസാരിക്കുക. നമ്മളൊരു മുറിയിൽ ഇങ്ങനെ കൂടിയിരുന്നിട്ട് ജസ്റ്റ് എപ്പോഴും പഠിത്തം മാത്രം ചെയ്യരുത്. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എൻ്റെ ഹോസ്റ്റലിലാണെങ്കിൽ. ഞാൻ നല്ലോണം സംസാരിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പം എന്തൊരു മെൻ്റലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആൾക്കാരായിട്ട് ഷെയർ ചെയ്യുക. അതിപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ ഹോസ്റ്റലിലുള്ള മെൻറ്റേഴ്സോ വാർഡൻസോ ആരും വേണമെങ്കിലും ആവാം. സംസാരിക്കുക. പിന്നെ ഞാൻ കോഴിക്കോട് ക്യാമ്പസിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഹോസ്റ്റലിൽ നിന്ന് ക്യാമ്പസിലോട്ട് പോകുമ്പോൾ ബസ്സിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ബസ്സിലൊക്കെ നല്ല രസമായിരുന്നു. പാട്ടൊക്കെ വെച്ചിട്ട് ഞങ്ങളെല്ലാവരും എപ്പോഴും ഡാൻസൊക്കെ തിരിച്ചൊക്കെ വരുമ്പം ഡാൻസൊക്കെ കളിച്ചിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പം അതൊക്കെ മെൻ്റലി സ്ട്രെസ്സൊക്കെ നല്ലോണം കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്തായിരുന്നു. നിങ്ങളെല്ലാവരും ഈ ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിച്ചത് AFMCയെ കുറിച്ചായിരിക്കും അല്ലേ? AFMCയിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള ഇവരുടെ ജീവിതം ആൻഡ് നീറ്റ് കാലഘട്ടം, അതിൽ നിന്ന് AFMCയിൽ എത്തി നിൽക്കുന്ന ഈ ഒരു ജീവിതമൊക്കെ നമുക്ക് അറിയാനുണ്ട് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആദ്യം ആ നീറ്റ് കാലഘട്ടത്തെക്കുറിച്ചൊന്ന് പറയാം. അതൊക്കെ കഴിഞ്ഞ് സ്വപ്നത്തിലേക്ക് എത്തി AFMCയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു മൊമെൻ്റ് ഉണ്ട് അല്ലേ? ദാറ്റ്സ് ബിയോണ്ട് ദി വേർഡ്സ്. പറഞ്ഞു. നീറ്റ് കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് നമുക്ക് മെയിൻലി നമ്മുടെ 3 സബ്ജക്റ്റ് നമ്മൾ അതിനെപ്പറ്റി ഒരു നീറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള സംഭവമാണ്. വളരെ നീറ്റ് നമ്മുടെ വളരെ നാരോ ആയിട്ടുള്ളൊരു ടോപ്പിക് റേഞ്ചും അതിനകത്തു നിന്ന് തന്നെ പക്ഷേ അത് ഭയങ്കര ഡീപ്പായിട്ടുള്ള കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമാണ് നീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കോമ്പറ്റീറ്റീവ് ടെൻഷനൊക്കെ ഫേസ് ചെയ്തിട്ട് നമ്മുടെ MBBS ലൈഫിലോട്ട് അല്ലെങ്കിൽ നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് ഭയങ്കര വാസ്റ്റും കോമ്പറ്റീഷന് പകരം നമ്മൾ കൺസെപ്റ്റുകൾ എത്രത്തോളം നമ്മൾ മനസ്സിലാക്കുന്നു. പിന്നെ അതിനേക്കാൾ കൂടുതൽ പ്രാക്ടിക്കൽ നോളജും കൂടെ ഹൈലൈറ്ററാണ് നമ്മുടെ MBBS ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ AFMCയിലേക്ക് വരുമ്പോൾ AFMC ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 3 മാസക്കാലം മോർണിംഗ് PT, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ക്ലാസ്സസ്, ആ ഒരു ഷെഡ്യൂൾ, സ്പോർട്സ്, ഇതൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്തൊരു ആക്ടിവിറ്റി പാക്ഡ് ഷെഡ്യൂളാണ് നമുക്ക് AFMCയിൽ നമുക്ക് കിട്ടുന്നത്. AFMCയിൽ ഒരു ബേസിക് ഷെഡ്യൂൾ പറയുകയാണെങ്കിൽ മോർണിംഗ് PT ഉള്ള കാലഘട്ടം നമുക്ക് രാവിലെ മോർണിംഗ് PT 5:30 മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം അവിടെ. അതിനുശേഷം 6 മണി 6:45 വരെ PT. പിന്നെ നമ്മൾ നേരെ 8 മണിക്ക് 8:30 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. 8 തൊട്ട് 10 വരെ നമുക്ക് ലെക്ചേഴ്സ്. അത് കഴിഞ്ഞ് പിന്നെ പ്രാക്ടിക്കൽസ്.
പ്രാക്ടിക്കൽസ് കഴിഞ്ഞ് ആഴ്ചയിൽ 4 ദിവസം 2 മണി തൊട്ട് 4 മണി വരെ ഡിസെക്ഷൻ. അങ്ങനെ ആ ഒരു കംപ്ലീറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള, പിന്നെ സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് തുടങ്ങി അങ്ങനെ കംപ്ലീറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള ലൈഫാണ് നമുക്ക് വരുന്നത്. നമ്മൾ ഹൈലി കോമ്പറ്റേറ്റീവ് ടെൻസിൽ നിന്നും കുറച്ചുകൂടി റിലാക്സ്ഡ്, പക്ഷേ നമുക്ക് ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഇതാണ് നമുക്ക് MBBS ലൈഫിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങളുടെ ലാംഗ്വേജും നിങ്ങളുടെ സംസ്കാരവും ഭാഷയൊക്കെ എവിടം വരെയെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. കിടിലനായിട്ട് ഹിന്ദിയിൽ നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന മലയാളികളോടൊന്ന് പറഞ്ഞു IFMC കുറിച്ച്. आर्म्ड फोर्सेस मेडिकल कॉलेज या सशस्त्र सेना चिकित्सा महाविद्यालय हमारा महाविद्यालय, जो विद्यालय हमें हमारा पूरा सपना काबिल करने का मौका दे रहा है. ये महाविद्यालय जहां हम अपने सारे सपनों को उड़ान भरना चाह रहे हैं, ये हमारा महाविद्यालय है, आर्म्ड फोर्सेस मेडिकल कॉलेज. കയ്യടി. ഓക്കെ, അപ്പോൾ 2025 ആത്മാർത്ഥമായിട്ട് നീറ്റ് എൻട്രൻസ് എക്സാമിൽ വിജയിക്കണമെന്ന് ആഗ്രഹിച്ച് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന, കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിരവധി വിദ്യാർത്ഥികളുടെ മുൻപിൽ ഇന്ന് നിൽക്കുന്നത് രാജ്യത്തെ പ്രതിനിധീകരിച്ച് ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിലെ ഏറ്റവും മിടുക്കരായ, ശക്തരായ, എന്താ പറയുക, ധീരരായ വിദ്യാർത്ഥികൾ തന്നെയാണ്. ഏറെ അഭിമാനമുണ്ട് ബ്രില്യൻ ഫാമിലിക്ക്. നാളെ അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ ഒരുപാട് മലയാളി വിദ്യാർത്ഥികളെ AFMCയിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസവുമുണ്ട് ബ്രില്യൻ ടീമിന്. അപ്പോൾ എല്ലാവിധ ആശംസകളും നിങ്ങൾക്കും നിങ്ങളുടെ വിജയത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.